അപ്പം നമ്മൾ എവിടെ നിർത്തിയത്? തൃപ്പരപ്പിൽ നിന്നും തിരികെ വന്നത്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. എന്നാലും ഫുഡ് അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഒരു അടിപൊളി പ്ലേസിലോട്ടാണ്, ചിതറാൽ ജൈന ക്ഷേത്രത്തിലേക്ക്. ഒരുപാട് മരങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞതാണ് ഇവിടം. ഈ കരിങ്കൽ പാത നമ്മൾ കയറി എത്തുന്നത് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തേക്കാണ്. പാറക്കെട്ടുകളും കല്ലുകൊണ്ടുള്ള വഴികളും നിറഞ്ഞ ഈ സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. എല്ലാവരും അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കാനുള്ള പ്ലേസ് ആണിത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പെരുമഴയായിരുന്നു. മഴയത്ത് അതിലേ പോകാൻ നല്ല രസമായിരുന്നു. വളരെ എൻജോയ് ചെയ്താണ് ഞങ്ങൾ എല്ലാവരും അതിലെ സഞ്ചരിച്ചത്. കരിങ്കൽ പാത നടന്നു കയറി മുകളിൽ എത്തുമ്പോൾ ഒരു ആൽമരവും അവിടെ കുറച്ച് സ്റ്റെപ്പും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ആ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്താണ്. മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഒരു കുളവും ചുറ്റിലും പാറകളും എല്ലാം കാണാം. അത് കഴിഞ്ഞ് നമ്മൾ 2 പാറക്കെട്ടുകളുടെ ഇടയിലൂടി പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയ സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴേക്ക് പോകണം. താഴേക്ക് പോയിട്ട് നമ്മൾ ചെന്നെത്തുന്നത് ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്കാണ്. അവിടെ ജൈനന്മാർ പണിതതാണ് ഈ ക്ഷേത്രം. ഇവിടെ കരിങ്കല്ലിൽ കൊത്തിയ രൂപങ്ങളുണ്ട്. കരിങ്കല്ല് കൊണ്ടുള്ള ക്ഷേത്രമാണ്. മുഴുവൻ പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കുളമുണ്ട്. ആ കുളം നല്ല മനോഹരമായൊരു കുളമാണ്. അവിടെ ഇറങ്ങിപ്പോവാനും കരിങ്കല്ല് കൊണ്ട് കൊത്തിയ സ്റ്റെപ്പുകളാണ്. നമ്മൾ അവിടേക്കും ഇറങ്ങിപ്പോയി. നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു. കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത്തരത്തിലൊരു ക്ലൈമറ്റ് വെയിലത്ത് നമുക്ക് ഇത്രയും എൻജോയ് ചെയ്ത് ഈ സ്ഥലത്ത് പോകാൻ ഒരിക്കലും പറ്റില്ല. മഴ ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ വരാന്തയിൽ കയറി ഒതുങ്ങിയൊക്കെ നിന്നിട്ടൊക്കെയാണ് വന്നത്. ഇവിടെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇത് ക്ഷേത്രത്തിന്റെ മറുവശമാണ്. മറുവശത്തും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പാറയിലുള്ള കെട്ടിടങ്ങളുണ്ട്, പിന്നെ മരങ്ങളുണ്ട്, പാറക്കെട്ടുകളുണ്ട്. ഓരോ പാറയിലും നമുക്ക് കയറി നിൽക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് കാണാനും പറ്റും. എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നു. ഞങ്ങളെ ടീച്ചേഴ്സ് എല്ലായിടത്തും നമ്മളെ പോകാൻ അനുവദിച്ചിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സൈഡിൽ കണ്ട ഒരു പാറയിൽ കയറി നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്നാലും നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒന്നും പറയാനില്ല. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രകളിൽ ഒന്നായിരുന്നു ഇത്. ഹൃദയവും മനസ്സും ഒരുപോലെ നിറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയ ആ ഒരു സമയം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.